ക്രൈസ്തവർ ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഇന്ത്യയെപ്പറ്റി 4 തവണ കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 പ്രവിശ്യകൾ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് 4 തവണ. അഹസ്വേരോസ് രാജാവ് പേർഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം അദ്ദേഹത്തിൻ്റെ അതേ അധീനതയിലായിരുന്നു ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്ത്യ. അന്ന് ഇന്ത്യ എന്ന് തന്നെ പേര് മാറ്റില്ല. അക്കാലത്ത് അഹസ്വേരോസ് രാജാവ് തൻ്റെ തലസ്ഥാനമായ സൂസ, പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സൂസ അവിടെ വാഴുമ്പോൾ അദ്ദേഹം വലിയൊരു വിരുന്ന് നടത്തിയാണ്. പേർഷ്യയിലുള്ള തൻ്റെ കീഴിലുള്ള എല്ലാ അധിപന്മാർക്കും പ്രഭുക്കന്മാർക്കും എന്നതുപോലെ തന്നെ ഈ 127 പ്രവിശ്യയിലുള്ള ഇന്ത്യയിലും എത്യോപ്യയിലുമുള്ള പ്രഭുക്കന്മാർക്കും അധിപന്മാർക്കും ഭരണകർത്താക്കൾക്കും വലിയൊരു വിരുന്ന്, വിഭവസമൃദ്ധമായ വിരുന്ന്, വിഭവസമൃദ്ധമായ വീഞ്ഞുകൾ, അതേപോലെ തന്നെ തൻ്റെ സമ്പത്ത്, വൈരങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചഷകങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും കാണിച്ച് എല്ലാവരെയും സന്തോഷപ്പെടുത്തി സംതൃപ്തിപ്പെടുത്തി 180 ദിവസം നീണ്ടു നിന്നു ആ വിരുന്ന്. ഈ സമയത്ത് തൻ്റെ രാജ്ഞിയായ വാസ്തി രാജ്ഞി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് വേറെയും നടത്തി. അഹസ്വേരോസിൻ്റെ രാജ്ഞിയായിരുന്നു വാസ്തി രാജ്ഞി. അതിനുശേഷം ആ വിരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പേർഷ്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയവരും വലിയവരുമായവർക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്ന് 7 ദിവസം നീണ്ടുന്ന ഒരു വിരുന്ന് നടത്തുകയും ആ വിരുന്ന് സന്തോഷപൂർവ്വം പ്രഭുക്കന്മാരും മേലധികാരികളും ചെറിയവരും വലിയവരും നിൽക്കെ 7-ാം ദിവസം അഹസ്വേരോസ് രാജാവ് വീഞ്ഞു കുടിച്ച് ചെറിയ രീതിയിലൊന്ന് കിക്കായി. ആ സമയത്ത് അഹസ്വേരോസ് രാജാവിന് തോന്നുകയാണ് തൻ്റെ രാജ്ഞിയെ എല്ലാവരെയും കാണിക്കണം. അതിനായിട്ട് അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാരെ വിളിക്കുകയാണ്. ഷണ്ഡന്മാരാണ് രാജ്ഞിമാരുടെ തോഴന്മാരൊക്കെ. അക്കാലത്ത് 7 ഷണ്ഡന്മാരെ വിളിക്കുകയാണ്, പേരെടുത്ത് വിളിക്കുകയാണ്. അവരോട് പറഞ്ഞു, രാജ്ഞിയെ തൻ്റെ രാജകീയ രാജ്ഞിയുടെ കിരീടമണിയിച്ച് കൊണ്ടുവരിക, ആനയിക്കുക, എല്ലാവരും ഒന്ന് കാണട്ടെ. വേറെ തെറ്റിലൂടെയല്ല, എല്ലാവരും ഒന്ന് കാണിക്കണം, അത്രേ ചിന്തിച്ചുള്ളൂ. ഷണ്ഡന്മാർ രാജ്ഞിയുടെ അടുത്തേക്ക് ചെന്നു. രാജ്ഞി അത് വിസമ്മതിച്ചു. എനിക്കതിന് പറ്റില്ല. രാജ്ഞി അവിടെ ആ ഒരു സ്വരവ്യത്യാസം സ്ത്രീ ശബ്ദം പോലെ തോന്നി. സ്ത്രീ ശബ്ദം ഉദ്ദേശിക്കുന്നത് അനുസരണയില്ലാത്തൊരു ശബ്ദം പോലെ തോന്നി. എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം രാജാവ് എല്ലാവരും കാണുവാൻ വേണ്ടിയിട്ട്, തൻ്റെ രാജ്ഞിയെ കാണുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അത് രാജ്ഞി തഴഞ്ഞപ്പോഴുണ്ടാകുന്ന ആ ഒരു മനസ്സിലുള്ള ഒരു കോപം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഷണ്ഡന്മാർ നേരെ തിരിച്ചു വന്നു, രാജാവിനോട് പറഞ്ഞു. രാജ്ഞി വിസമ്മതിച്ചു. രാജാവ് ആ സമയത്ത് കോപത്താൽ മൗനം പാലിച്ചു. എല്ലാവരും കാണുക, ഭരണാധികാരികൾ, 127 പ്രവിശ്യയിലുള്ള ഭരണാധികാരികൾ, മറ്റു പ്രഭുക്കന്മാരെല്ലാവരും കാണുക. രാജാവിൻ്റെ വാക്കിന് വിലയില്ലാത്തൊരവസ്ഥ. എല്ലാവരുടെയും മുമ്പിൽ വാസ്തി രാജ്ഞി തെറ്റ് ചെയ്തു, അനുസരണക്കേട്. രാജാവ്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമം അനുസരിച്ച് നിയമപണ്ഡിതന്മാരോടും മറ്റു ജ്ഞാനികളോടും അഭിപ്രായം ചോദിക്കാറുണ്ട്. രാജ്ഞി ഇങ്ങനെയൊക്കെ ചെയ്തു, എന്ത് വേണം, എന്ത് ചെയ്യണം? ഞാനാകെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് രാജാവാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് രാജ്ഞിയെ
രാജ്ഞിമതത്തിൽ നിന്നും ഒഴിവാക്കുക, അത് മറക്കുക, പകരം വേറെ രാജ്ഞിയെ തിരഞ്ഞെടുക്കുക. രാജാവ് അത് അംഗീകരിക്കുകയാണ്. അതല്ല എങ്കിൽ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ലോകം മുഴുവനുമുള്ള ആ നാട് പേർഷ്യ സാമ്രാജ്യത്തിലുള്ളവരും ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള ആ 120 പ്രവിശ്യയിലുള്ളവരും എല്ലാവരും അറിയും ഇങ്ങനെ രാജ്ഞി പറഞ്ഞ കാര്യവും രാജാവിനെ ധിക്കരിച്ച കാര്യവും. അപ്പോൾ സ്ത്രീകൾ മൊത്തത്തിൽ പുരുഷന്മാരെ ഇതേപോലെ അനുസരണക്കേട് കാണിക്കുന്നുള്ള ഒരു ചിന്ത വന്നു. ആയതിനാൽ രാജ്ഞിയെ രാജ്ഞിമതത്തിൽ നിന്നും തഴയുക, പുറത്താക്കുക, പകരം പുതിയ രാജ്ഞി എടുക്കുക. അഹസ്വേരോസ് രാജാവ് എന്നതുപോലെ തന്നെ രാജ്ഞിയെ രാജ്ഞിമതത്തിൽ നിന്നും തഴഞ്ഞു പുറത്താക്കി. അത് കഴിഞ്ഞ് രാജാവ് ആകെ ഒന്നുമില്ലാത്തൊരവസ്ഥ, രാജകൊട്ടാരം ഉറങ്ങി, ഉള്ള സന്തോഷമെല്ലാം കെട്ടു. താൻ രാജ്ഞിയോട് പറഞ്ഞതും രാജ്ഞി വിസമ്മതിച്ചതും അതിനോർത്തൊക്കെ എല്ലാം മൗനം പൂണ്ടു. ആകെ ഒരു ശൂന്യത. രാജാവ് വീണ്ടും തൻ്റെ നിയമപണ്ഡിതന്മാരോടും പ്രഭുക്കന്മാരോടും വീണ്ടും ആരാഞ്ഞു, എന്തു വേണം? എല്ലാ സ്ഥലത്തു നിന്നുള്ള കന്യകമാരെ, യുവതികളെ അണിനിരക്കട്ടെ. അവരെ എല്ലാ രാജകീയ വസ്ത്രങ്ങളോടുകൂടി അവരെ അണിനിരക്കട്ടെ. അതിലൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ആ ഒരു ദിനം വന്നു. പേർഷ്യ സാമ്രാജ്യത്തിലുള്ളവരും ഇന്ത്യ തൊട്ട് എത്യോപ്യയിലുള്ള 120 പ്രവിശ്യയിലുള്ളവരെയും യുവതികളെ ആ ഒരു രാജ്ഞിപദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് യുവതികളെ അണിനിരത്തി. അതിൽ അഹസ്വേരോസ് രാജാവിൻ്റെ കാവൽക്കാരനായ, അന്തഃപുരത്തിലെ കാവൽക്കാരനായ ഒരു യഹൂദനുണ്ടായിരുന്നു, മർദെക്കോയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ ഒരു മകളുണ്ടായിരുന്നു. പിതാവിൻ്റെ സഹോദരൻ്റെ ഒരു മകൾ. അവർ ആ എസ്തേർ എന്നാണ് അവളുടെ പേര്. അവളുടെ അപ്പനും അമ്മയും മരണപ്പെട്ടു. മർദെക്കോയാണ് അവളെ പരിചരിച്ചിരുന്നത്, നോക്കിയിരുന്നത്. അവളെയും ഈ രാജ്ഞിപദത്തിലേക്ക്, രാജാവിൻ്റെ അടുത്തേക്ക് ആനയിക്കുകയാണ്. ബാക്കി നാളെ. താങ്ക് യു.